ഹായ് എവരി വൺ. ഞാൻ മീഷോന്ന് വാങ്ങിച്ചൊരു പുതിയൊരു പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് ഐറ്റം. ഒരു സൗണ്ട് ആക്ടിവേറ്റഡ് RGB ലൈറ്റ് അങ്ങനെയൊക്കെ ഇതിനെ പറയാം. ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് കൂടി കിട്ടിക്കണ ഒരു പേപ്പറിൽ എഴുതിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർഫുൾ സൗണ്ട് സെൻസിറ്റീവ് മ്യൂസിക് അറ്റ്മോസ്ഫിയർ ലൈറ്റ്, ഇത്രയാണ് പേര് എഴുതിക്കുന്നത്. നമ്മൾ പല പല പേരിലാണ് ഇത് അറിയപ്പെടുക. അപ്പോൾ നമുക്ക് ബാക്കി ആമസോൺ, ഫ്ലിപ്കാർട്ട് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ അത്യാവശ്യം റേറ്റൊക്കെ കാണിക്കും. ഇത് മീഷോയിൽ റേറ്റ് ഞാൻ വാങ്ങുന്ന സമയത്ത് 360 സംതിങ് ആണ് റേറ്റ്. എന്നാൽ വേറെ ദിവസം നോക്കിയപ്പോൾ 340 അങ്ങനെ പല പല റേറ്റാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസം റേറ്റ് നോക്കി അങ്ങനെ കുറേ ദിവസം നോക്കിയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് വാങ്ങാൻ നേരത്തെ അധികം റിവ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയ ഡൗട്ടിലാണ് വാങ്ങിച്ചത്. എന്നാൽ പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ആയിട്ട് കണ്ടില്ല. നല്ല രീതിക്ക് ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പോർട്ടാണ് വരുന്നത്. നമ്മുടെ സാധാരണ കേബിളൊക്കെ വെച്ച് ചാർജ് ചെയ്യാം. പക്ഷേ ഓവറായിട്ടുള്ള വലിയ പവറുള്ള ഇതിലൊന്നും വെച്ച് ചാർജ് ചെയ്തെന്ന് അതിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 67 വാട്ട് ചാർജറുള്ളൂ, അങ്ങനത്തേലൊന്നും ചാർജ് ചെയ്യാൻ പാടില്ല. ചെറിയ ഒരു പവറിൽ മാത്രമേ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇവിടെ വരുന്നത് അതിൻ്റെ മൈക്കാണ് വരുന്നത്. അതുപോലെ ഇതെങ്ങനെയാണ് ഓണാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഓണാക്കിയിട്ടാണ് ഓഫാക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഓഫാണ്. ഇത് ഓണാക്കാനായിട്ട് ഇവിടെ താഴെ ഒരു പവർ ബട്ടൺ ഉണ്ട്. അത് നമ്മൾ ഞെക്കി കഴിയുമ്പോൾ ഇതങ്ങ് ഓണായി വരും. അപ്പോൾ അത് നമ്മുടെ സൗണ്ട് വരുന്നതനുസരിച്ചാണ് ഇത് ഇങ്ങനെ ലൈറ്റ് കത്തുക. പിന്നെ ഈ ലൈറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് പല രീതിക്ക് മാറ്റാം. ഒന്ന് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ വരുന്നത് ഈ ഒരു കളറിലായിരിക്കും. പിന്നെ നമ്മൾ മാറ്റി കഴിയുമ്പോൾ ഈ ഒരു കളറായി. അങ്ങനെ പല ടൈപ്പിൽ നമുക്ക് കളർ മാറ്റാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ ഇവിടെ ഒരു മോഡുണ്ട്, അത് നമ്മളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് വരുന്ന രീതിയിലൊക്കെ മാറ്റം വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ മോഡിൽ നിന്ന് ഇങ്ങനെ വന്ന് സെൻറ്ററിലേക്ക് വരുന്ന ടൈപ്പാണല്ലോ. അപ്പോൾ അത് ഞാൻ ഞെക്കി, ഇനിയിപ്പോൾ സെൻറ്ററിൽ നിന്ന് മോഡിലേക്ക് പോകുന്ന ടൈപ്പായി. അങ്ങനെ ഇഷ്ടമുള്ള ടൈപ്പിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഇപ്പോൾ അതേ താഴെ നിന്ന് മോഡിലേക്ക് പോകുന്നത്, അങ്ങനെ സൗണ്ട് ഇല്ലാത്ത സമയത്ത് ഒരു സാധനം ഇങ്ങനെ വന്ന് പോകുന്നത്, അങ്ങനെ ഒരു രീതിയിലാണ്. അങ്ങനെ കുറേ മോഡുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ വെറുതെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡിൽ നമുക്കിങ്ങനെ വെറുതെ അങ്ങ് ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴല്ലോ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ വയ്ക്കാം. ഇത് ശരിക്കും എവിടെയൊക്കെയാണ് വയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് TV ഒക്കെ വയ്ക്കുമ്പോൾ TVയുടെ സ്പീക്കറിൻ്റെ അടുത്തൊക്കെ നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൗണ്ടിനൊക്കെ അനുസരിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം വരുന്നത്. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ ഡാമേജോ ഒന്നും ഉണ്ടായിരുന്നില്ല പ്രൊഡക്റ്റ് കിട്ടുന്ന സമയത്ത്. അതേപോലെ തന്നെ ചാർജ് നോക്കുകയാണെങ്കിലും ഞാൻ വാങ്ങിച്ച ആ ഒരു ദിവസം, ഇതിപ്പോൾ ഏകദേശം 2 ആഴ്ച ആയിട്ടുണ്ട് പ്രൊഡക്റ്റ് കിട്ടിയിട്ട്. ഇതുവരെ അങ്ങനെ ചാർജിന് വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ചാർജ് ചെയ്യണ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണാക്കിയിട്ടില്ല, ഇത് ഓഫാക്കിയിട്ട് കാണിച്ചില്ല. ഇപ്പോൾ 2 കട്ടയാണ് ചാർജുള്ളത്. അത് 4 കട്ട വരെയാണ് ചാർജ് കാണിക്കുക. നമ്മൾ കുത്തി വെച്ച് കഴിഞ്ഞിട്ട് ഫുള്ളാവാനായിട്ട് നോക്കിക്കരുത്. 4ആണ് മാക്സിമം ചാർജ് അത്ര വരെയാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചാർജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചാർജ് ഫുള്ളായിക്കോളും. ഇപ്പോൾ പെട്ടെന്ന് തന്നെ 3 കട്ടയായി. എന്നാൽ ഈ ചാർജ് കയറുന്ന സ്പീഡിലൊന്നും ചാർജ് ഒന്നും ഇറങ്ങില്ല കേട്ടോ. ചാർജ് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ഈ പ്രൊഡക്റ്റിൽ. ഇത് നമുക്കിങ്ങനെ എന്തെങ്കിലും കാറിലിങ്ങനെ വെക്കാനോ സ്പീക്കറിൻ്റെ അടുത്ത് വെക്കാനോ, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലായാലും TVയുടെ അടുത്തൊക്കെ സ്പീക്കറിൻ്റെ അടുത്ത് വെക്കാനോ ഒക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ല രസമുണ്ടാവും ഇങ്ങനെ. അപ്പോൾ നമ്മളിങ്ങനെ പറയുന്നതിനൊക്കെ അനുസരിച്ചിട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ കത്തിപ്പോകണം, കാണാൻ തന്നെ നല്ല രസമുണ്ടാവും. ഇപ്പോൾ നമുക്ക് മീഷോയിലൊക്കെ ചെറിയ വിലയ്ക്കൊക്കെ കിട്ടുന്നതാണല്ലോ. അപ്പോൾ എന്തെങ്കിലും കിട്ടുന്ന ടൈമിൽ തന്നെ എന്തെങ്കിലും ഡാമേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് മീഷോന്ന് വാങ്ങുകയാണെങ്കിലും ആ ഒരു ഓപ്ഷൻ കൂടി ടിക്ക് ചെയ്തിട്ട് റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് ഇഫ് എനി ഡാമേജ്, അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള അത് നമ്മൾ ടിക്ക് കൊടുത്തിട്ട് വേണം നമ്മൾ വാങ്ങാൻ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ട് കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് മാറ്റാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ
ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. ഈ ബോക്സിൽ ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്നത് ഇങ്ങനെ ഒരു കേബിളാണ്. ഈ കേബിള്, പിന്നെ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാൻ പാകത്തിന് ഒരു സ്റ്റിക്കർ, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഓരോന്ന് എഴുതിക്കുന്നതും, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്തോ ചൈനയിലെന്തോ എഴുതി വെച്ചിരിക്കുന്നതും. ഇങ്ങനെ ഇതിലാണ് പ്രൊഡക്റ്റ് ഇങ്ങനെ വരുന്നത്. പിന്നെ അതുപോലെ ഈ സ്റ്റാൻഡ് നമുക്ക് കിട്ടുന്നത് ഇത് ഒന്ന് വിട്ടിട്ടാണ് കിട്ടുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ പിടിപ്പിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടുള്ളവർക്കൊക്കെ മീഷോയിലൊക്കെ പോയിട്ട് പ്രൊഡക്റ്റൊക്കെ വാങ്ങാം. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ബയോയിലിടാം. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോൻ്റെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യാം ഏതാണ് പ്രൊഡക്റ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് അങ്ങ് വാങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഇങ്ങനെയൊക്കെയാണ്. പല റേറ്റിലും ഇതൊക്കെ കാണാം. ഇതിനാകെ 200 സംതിങ് റേറ്റിംഗ് ഉള്ളൂ, പക്ഷേ കൊള്ളാം, നല്ല പ്രൊഡക്റ്റാണ്. ജീവൻ കൊണ്ട് ദേഹം வாழ்ந்து വന്നതോ மீந்தி ஜீவன் உன்னை பார்க்க போது வந்ததோ